ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഏജസ് വെൽ ഫോർ എൻ്റർടൈൻമെൻറ്റ്. ഞങ്ങളിന്നൊരു ഔട്ടിങ്ങിന് ഇറങ്ങിയതാണ് കേട്ടോ. എങ്ങോട്ടേക്കാണ്, എന്തിനാണ് പോയതെന്നൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. അതിനു മുൻപ് നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നമ്മൾ പോയത് തൃപ്രയാറുള്ള വൈമാളിലാണ്. നമ്മളിവിടെ പോയത് ഒരു 2-3 ഉദ്ദേശങ്ങളിലായിരുന്നു. അപ്പോൾ നമ്മളവിടെ പോയിട്ടൊരു ഷോപ്പ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ബേബി കെയർ എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഈ കുട്ടികളുടെ ഡ്രസ്സും അതുപോലെ എന്താ പറയുക ടോയ്സും അങ്ങനെ എല്ലാം കിട്ടാറുണ്ട്. അപ്പോൾ നമ്മൾ ലിഫ്റ്റിൽ കയറി 2nd ഫ്ലോറിലായിരുന്നു ആ ഷോപ്പ്. അങ്ങനെ അവിടെ കയറി നമ്മൾ തപ്പി നടന്നിട്ടും നമുക്ക് ഷോപ്പ് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. പിന്നീടാണ് അറിഞ്ഞത് ആ ഷോപ്പ് ക്ലോസ് ആയിപ്പോയിന്ന്. നമ്മൾ അങ്ങോട്ട് പോകുന്നു ആ ഷോപ്പിൽ നമ്മളിപ്പോൾ നടക്കുന്ന ആ ഷോപ്പ് നിന്നിരുന്ന സ്ഥലത്താണ് കേട്ടോ. പക്ഷേ ഷോപ്പ് അടച്ചു പോയി. അത് പിന്നീട് നമുക്ക് മനസ്സിലായത്. അപ്പോൾ ജോക്കുട്ടൻ്റെ ആനിമോളുടെയും ബർത്ത്ഡേ ഡ്രസ്സ് എടുക്കലായിരുന്നു ആദ്യത്തെ ഉദ്ദേശം. അപ്പോൾ നമുക്ക് ഷോപ്പ് അടച്ചത് കൊണ്ട് തന്നെ നമ്മുടെ ആ ഫ്ലോറിൽ തന്നെയാണ് നമ്മുടെ ഫണ്ടിയോറ ഉള്ളത്. അപ്പോൾ നമ്മൾ പതുക്കെ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ തവണ കൊണ്ടുപോയിട്ട് ജോക്കുട്ടൻ ആകെ കരഞ്ഞ സീനാക്കിയിരുന്നു. ആനിമോളും ഓക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഫണ്ടിയോറയുടെ അവിടേക്ക് തന്നെയാണ് പോണത്. അപ്പം ഇനി കളിക്കില്ല എന്നൊക്കെ നമുക്ക് കണ്ടറിയാം. അപ്പോൾ നമുക്ക് അവിടെ എൻട്രൻസിൽ നിന്ന് നമുക്ക് നമ്മുടെ കാർഡ് റീചാർജ് ചെയ്യണം. നമ്മുടെ ഫണ്ടിയൂറിൻ്റെ കാർഡ് ഉണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ എൻട്രൻസിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ റീചാർജ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി. അപ്പോൾ റൈഡൊക്കെ നമ്മളൊന്ന് നോക്കുകയാണ്. കുതിര കേറിക്കോ ചോക്കട്ടാ. അശ്ലി കൈ പിടിച്ചിടന്ന കരയില്ലേ അവൻ. ജോക്കുട്ട അവര് കളിക്കണോക്കേ. ജോക്കുട്ടൻ ആദ്യത്തെ തവണ പോയ പോലെ തന്നെ റൈഡിൽ കയറിയില്ല. ആനിമോള് കയറി രാജാവിൻ്റെ പോലെ ഇരുന്ന് കുതിരപ്പുറത്ത് പോകുന്നുണ്ട്. ആദ്യക്കുട്ടൻ ഇടയ്ക്ക് കരയും, ആളെടുത്ത് ചെല്ലുമ്പോൾ കരച്ചിൽ നിർത്തും, വീണ്ടും കരയും, പിന്നെ ആളെടുത്ത് ചെല്ലുമ്പോൾ കരച്ചിൽ നിർത്തും. അങ്ങനെയൊക്കെ ആയിരുന്നു. പിള്ളേർക്കൊരു എൻ്റർടൈൻമെൻ്റ് അല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിതിനൊക്കെ പോകുന്നത്. കാരണം നമ്മുടെ ചെറുപ്പകാലത്തൊന്നും നമുക്ക് ഇങ്ങനത്തെ ഒരു സംഭവം ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിള്ളേർ എല്ലാം കണ്ട് വളരട്ടെ, നമുക്ക് പറ്റുന്ന പോലെ നമ്മൾ പുറത്തൊക്കെ കൊണ്ടുപോകുന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ വന്നപ്പോൾ ഇവിടെ ഒന്ന് കയറ്റിയത്. അതുകൊണ്ടാണ് ഇങ്ങോട്ട് തന്നെ വന്നതും. അല്ലാതെ ഡ്രസ്സ് എടുക്കാനും ഇന്നൊരു കാര്യം കൂടിയുണ്ട്. അതിനു കൂടി വേണ്ടി മാത്രമൊന്നും അല്ല വന്നത്. അവരിതിലൊന്ന് കയറ്റാലോ എന്നൊക്കെ കൂടി വിചാരിച്ചാണ് വൈമാള് തന്നെ വന്നത്. നമുക്ക് അടുത്താണ്. നമുക്കൊരു അരമണിക്കൂർ ബസ് യാത്ര അത്രയാണ് ഉള്ളത്. നമ്മൾ ബസ്സിലാണ് വന്നത്. ഓട്ടോ വിളിച്ചാലും കാർ വിളിച്ചാലും ഭയങ്കര പൈസയോ. അപ്പോൾ ഞങ്ങൾ 3 പേരും പിള്ളേരെയും കൊണ്ട് ബസ്സിലാണ് വന്നത്. ഞാനും ഇവിടെ ഇവരെ കളിപ്പിക്കാവുന്ന ഗെയിംസ് അല്ല ഇതൊന്നും. അപ്പോൾ അതിൽ ഞാനൊന്ന് കളിക്കുകയാണ്. ഡീലോർനോഡിയിലാണ് കളിച്ചത്. അപ്പോൾ അതിൻ്റെ പോയിൻറ്റ്സ് നമ്മുടെ കാർഡിൽ കയറുമെന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ മറ്റേ കാറൊക്കെ ഓടിക്കുന്ന സംഭവം, ജംബോ കാറോ ആ സംഭവം, അങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ട്. പക്ഷെ അതിലൊന്നും ഇവരെ കയറ്റാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിലൊന്നും കയറാൻ പറ്റില്ല. നമ്മൾ കൂടി ഇരുന്നിട്ട് പിള്ളേരെ വെച്ച് കളിപ്പിക്കാമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ചിലപ്പോൾ ഇടിക്കുമ്പോൾ ബ്രേക്ക് ചെയ്യുമ്പോഴൊക്കെ ചിലപ്പോൾ അവരിങ്ങനെ ചാടി പോകാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ കാരണം അതിലൊന്നും കളിപ്പിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ കയറിയിരുന്ന് കളിക്കുകയാണ്. അപ്പോൾ അസ്ലിയോട് ഇതിൻ്റെ ഇടയിലൊക്കെ കളിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു വേണ്ട ചേച്ചി കളിച്ചു എന്ന് പറഞ്ഞു. നമുക്ക് ചില സമയത്തൊക്കെ ഈ പിള്ളേരുടെ മനസ്സായ കാരണം എനിക്ക് ഇങ്ങനെയൊക്കെ കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടം, അങ്ങനത്തെ ഗെയിംസൊക്കെ ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഞാൻ കയറി കളിക്കുമായിരുന്നു. അപ്പോൾ ഡീലോർനോഡിയിൽ കഴിഞ്ഞു. ഞാൻ പിന്നെ അടുത്ത ഗെയിമിൻ്റെ അവിടേക്ക് ഞാൻ മൂവ് ചെയ്തു. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഡീലോർനോഡിയിലാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞ് ഞാൻ 1-2 ഗെയിമും കൂടി കളിച്ചിരുന്നുണ്ട്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ആ കാറിൻ്റെ ഗെയിം കണ്ടോ, അതിൽ കയറാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് 5 വയസ്സിന് താഴെയുള്ള കുട്ടികളെ കയറ്റില്ല എന്ന്. അപ്പോൾ നമുക്ക് കയറാൻ പറ്റിയില്ല. അങ്ങനെ അത് കഴിഞ്ഞ് പോയപ്പോഴാണ് ഈ ഗെയിം കണ്ടത്. ഇത് കുറച്ച് മീൻ പിടിക്കുക ഫിഷിങ് ഗെയിമാണ്. അപ്പോൾ ഇത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ആ ബട്ടൺ അമർത്തിയിട്ട് ആ മെഷീൻ വെച്ച് കറക്കിയിട്ട് ആ പോണ മീനുകളെ പിടിക്കുക. അപ്പോൾ ആ മീനുകളുടെ പോയിന്റ് നമുക്ക് കിട്ടും. അപ്പോൾ അതിനനുസരിച്ചിട്ട് ടിക്കറ്റുകൾ ഇങ്ങനെ അടിയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതായിരുന്നു ആ സംഭവം. രസമുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു മീനിനെ കണ്ട് വലിയ മീനിനെ കണ്ട് എയിം ചെയ്ത് സാധനം വിടുമ്പോഴേക്കും മീനിൻ്റെ പാട്ടിന് പോയിണ്ടാവും. ഇത് ചൂണ്ട ഭയങ്കര സ്ലോയിലാണ് പോണത്. അപ്പോൾ നമുക്ക് എന്താണ് കിട്ടുക എന്നുള്ളത് പറയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ കളിക്കുമ്പോൾ നല്ല രസമാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതും പിള്ളേരെ കൊണ്ട് കളിപ്പിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതും ഞാനിന്ന് കളിച്ചു. ഞാൻ കളിക്കുന്നത് നമുക്ക് കാര്യമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അമ്മ അവിടെ വന്നിട്ട് 500 മീൻ പിടിക്കുക 20 മീൻ പിടിക്കുന്നൊക്കെ പറയുന്നുണ്ട്. പറഞ്ഞിട്ട് എന്താ കാര്യം, ഞാനത് കണ്ടിട്ട് വിടുമ്പോഴേക്കും ചൂണ്ട പതുക്കെയും മീൻ സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചൂണ്ട താഴ്ത്തെത്തുമ്പോഴേക്കും പിന്നെ അല്ലെങ്കിൽ ഇടയിൽ കണ്ടോ എനിക്കൊരു ചുറ്റും കിട്ടി. അപ്പോൾ അതുപോലെ ഇടയിൽ ഇങ്ങനെ എന്തെങ്കിലും കയറി വന്നാൽ അതുമ്മലായാലും എന്താ പറയുക കുളത്തിൽ പിടിച്ചാൽ നമ്മുടെ പോയിന്റ് പോകും. അപ്പോൾ ചിലപ്പോൾ അങ്ങനത്തെ സാധനങ്ങളുമ്പോഴാവും പിടിക്കുക. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. എന്നാലും സംഭവം രസമുണ്ട്. നമുക്കതൊരു എൻ്റർടൈൻമെൻറ്റാണ്. അപ്പോൾ സംഭവം കുഴപ്പമില്ല. അപ്പോൾ അതും കളിച്ചു.
പിന്നെ ഞങ്ങളിങ്ങോട്ട് വന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ഇന്നിങ്ങനെ ഒരു ഔട്ടിങ്ങിന് ഇറങ്ങാനുള്ള മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, അമ്മ ഒരിക്കൽ പറഞ്ഞേ KFC കഴിക്കണം എന്നൊരാഗ്രഹം ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ മുൻപ് ഇപ്പോഴും ഒരിക്കലും അനിയൻ ഇവിടെ വീട്ടിൽ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് അമ്മ കഴിച്ചിട്ടില്ല. അപ്പോൾ തണുത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു, അപ്പോൾ ചിലപ്പോൾ ഇഷ്ടപ്പെടാതിട്ടായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയാണ് ഞങ്ങൾ മെയിനായിട്ട് വന്നത്. അപ്പോൾ നമ്മുടെ ഫിഷിംഗ് ഗെയിം കഴിഞ്ഞു, അതിൻ്റെ പോയിൻറ്റ്സ് നമുക്ക് ടിക്കറ്റ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ടിക്കറ്റ്സ് എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദാനിമോൾ എന്തോ വലിയ സംഭവം എന്നുള്ള രീതിയിലാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ എനിക്ക് 20 പോയിൻ്റാണ് കേട്ടോ കിട്ടിയത്. അപ്പം അത് കിട്ടി. പിന്നെ നമ്മൾ പിള്ളേരെയും കൊണ്ട് അടുത്തൊരു ഗെയിമിൻ്റെ അവിടേക്ക് വന്നു കേട്ടോ. അപ്പോൾ അതൊരു ട്രെയിൻ പോലൊരു സംഭവം, ബൈക്കിൻ്റെ ഷേപ്പിലൊരു സാധനം ട്രെയിൻ പോലെ റെയിലിൽ കൂടെ അങ്ങനെ ഓടിക്കൊണ്ടിരിക്കണം. അപ്പോൾ ആനിമോള് കളിക്കാമെന്ന് പറഞ്ഞപ്പോൾ ആനിമോൾ അങ്ങോട്ട് കയറിപ്പോയി കളിക്കാനായിട്ട്. ജോക്കുട്ടനാണെങ്കിൽ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ് പോവാതെ. അപ്പോൾ ആനിമോളിനെ അവർ കയറ്റിയിരുത്തി. അപ്പോൾ ഞങ്ങൾ കയറുന്ന നേരത്തെ അതിൽ കുറച്ചധികം പിള്ളേർ കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരിറങ്ങിയപ്പോൾ പിന്നെ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആനിമോളിനെ ബെൽറ്റൊക്കെ ഇട്ടിരുത്തി ജോക്കുട്ടനെ കൊണ്ടുപോയപ്പോൾ ഞാൻ ജോക്കുട്ടൻ ഇരിക്കുമായിരിക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ ജോക്കുട്ടനെ അവിടെ ഇരുത്തലും ജോക്കുട്ടൻ ആ ചേച്ചിയുടെ കൂടെ അങ്ങോട്ട് തിരിച്ചു പോകുന്നു. ജോക്കുട്ടൻ ഇരുന്നില്ല, ഇരുത്തിയിട്ട് പിന്നെ അങ്ങനെ തന്നെ അവൻ എഴുന്നേറ്റ് പോരാണ് ഉണ്ടായത്. ആളവൻ ബെൽറ്റൊക്കെ ഇട്ട് സെറ്റാക്കി ഇരുത്തുന്നുണ്ട്. ഇപ്പോൾ നോക്കിക്കോട്ടെ, അതേ സ്പീഡിൽ അവനങ്ങോട്ട് പോരും. ഇരിക്കുന്ന വിചാരിക്കും അവൻ ഓടിക്കുന്നത്, കാരണം അവന് വണ്ടികൾ ഭയങ്കര ക്രേസാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും അവൻ ഓടിക്കുന്നതാണ്, പക്ഷേ അവന് പേടിയാണ് സംഭവം. അപ്പോൾ ആനിമോൾ അങ്ങനെ വണ്ടിയും ഇരിക്കുന്നുണ്ട്. ഞാൻ ചെന്ന് നോക്കുമ്പോൾ ജോക്കുട്ടൻ ഇവിടെ കരച്ചിലിൻ്റെ വക്കത്ത് എത്തിയിട്ടുണ്ട്. കരഞ്ഞു തുടങ്ങി, എടുക്കാൻ പറഞ്ഞിട്ട് കരഞ്ഞു തുടങ്ങി. അപ്പോൾ ആ ചേച്ചി എന്നെ ചെന്നിട്ട് എടുത്തു. ഞങ്ങൾ പുറത്താണല്ലോ, അപ്പോൾ ആ ചേച്ചി ചെന്നിട്ട് എടുത്തു. പക്ഷേ എൻ്റെ ഇവിടെ ജോക്കുട്ടൻ ചേച്ചിയുടെ കയ്യിൽ ഇങ്ങോട്ട് വരില്ല, ചേച്ചിയുടെ ഒക്കത്തിരിക്കുള്ളൂ, ഇങ്ങോട്ടേക്ക് വരില്ല. അങ്ങനെ ആനിമോള് വണ്ടി ഓടിച്ചു തുടങ്ങി. ആനിമോൾക്ക് വലിയ പേടിയൊന്നുമില്ല, വണ്ടി ഓടുമ്പോൾ ഒരു സൗണ്ടൊക്കെ ഉണ്ട്, പക്ഷേ ആനിമോൾക്ക് അങ്ങനെ വലിയ പേടിയൊന്നുമില്ല. ജോക്കുട്ടൻ നമ്മൾ ഇങ്ങോട്ട് വിളിച്ചിട്ട് വരാൻ കൂട്ടാക്കാതെ ചേച്ചിയുടെ അടുത്ത് തന്നെ ഇരിക്കാൻ കേട്ടോ, നമ്മുടെ കയ്യിലല്ല, നമ്മളെ അതിൻ്റെ പുറത്തേക്ക് ഇറക്കി അവർ. ജോക്കുട്ടൻ അവിടെ തന്നെ ഇരിപ്പുണ്ട്. ആനിമോൾ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ നോർമലി രണ്ടുപേരും നേച്ചർ കണ്ടാൽ വിചാരിക്കും ഇങ്ങനത്തെ വണ്ടികളിലൊക്കെ ജോക്കുട്ടനായിരിക്കും കയറുക, ആനിമോൾ കയറില്ല എന്നാണ് നമ്മൾ വിചാരിക്കുക. പക്ഷെ നേരെ ഉൾട്ടിയാണ് കണ്ടോ, നമ്മൾ ജോക്കുട്ടനെ വിളിക്കുകയാണ്, ജോക്കുട്ടൻ വരുന്നില്ല. ആ ചേച്ചിയുടെ കൂടെ തന്നെ ഇരിക്കുക, അവിടെ നിന്ന് ഇങ്ങോട്ടും വരുന്നില്ല. എന്നാൽ ചേച്ചി കുറേ പറയുന്നുണ്ട് നമുക്ക് ചേച്ചിരുത്താനായിട്ട് ഇരുത്താം ഇരിക്കുന്നൊക്കെ കുറേ പറയാനുണ്ട്. പക്ഷെ എന്ത് ചെയ്തിട്ട് ആശാൻ സമ്മതിക്കണില്ല ഇരിക്കാനായിട്ട്. ആ ചേച്ചി വീണ്ടും ഇരുത്താനായിട്ട് കൊണ്ടുപോയി ഏറ്റവും ബാക്കിൽ ഇങ്ങനെ ഇരുത്തി നോക്കി. അവർക്ക് അവിടെ നിർത്താൻ, ഇപ്പോൾ വേറെ കുട്ടികളൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് വലിയ സീനില്ല. നമ്മൾ വണ്ടി നിർത്തും, അവനിരുത്താൻ നോക്കും, അവരിക്കില്ല, വീണ്ടും കൊണ്ടുവരും. അങ്ങനെ ആ ചേച്ചി അവനെയും കൊണ്ടുപോയി അവിടെ ആ കൗണ്ടറിൻ്റെ അവിടെ ഒരു സ്റ്റോൾ ഇട്ട് വെച്ച് കൊടുത്ത് അവിടെ ഇരുന്നു. അവനവിടെ കൂളായിട്ട് ഇരിക്കണമുണ്ടായിരുന്നു. ആ ചേച്ചിയുടെ കയ്യിൽ നിന്ന് ഇങ്ങോട്ട് പോരണുണ്ടായിരുന്നില്ല കുട്ടി. അപ്പോൾ ഞങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് KFC പോകാനായിട്ട്. അപ്പം അമ്മ അങ്ങനെ ഒരു ദിവസം പറഞ്ഞേ അമ്മയ്ക്ക് KFC കഴിക്കാൻ ആഗ്രഹം തോന്നണമെന്ന്. അമ്മ അങ്ങനെയൊന്നും പ്രത്യേകിച്ച് അങ്ങനെയൊന്നും പറയാറില്ല. ഈ KFC, ഷവർമ്മ അങ്ങനത്തെ ഐറ്റംസും അതുപോലെ ഈ നൂഡിൽസ് അങ്ങനത്തെ ഐറ്റംസിനോടൊന്നും അമ്മയ്ക്ക് പ്രത്യേകിച്ചൊരു ഇഷ്ടം. അമ്മയ്ക്ക് മാത്രമല്ല അപ്പച്ചനുണ്ടായിരുന്നപ്പോൾ അപ്പച്ചനും പ്രത്യേകിച്ചൊരു ഇഷ്ടമൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞതല്ലേ, അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ വിചാരിച്ച് കൊണ്ടുപോയി വാങ്ങിച്ചു കൊടുക്കാം. ഞാൻ വിചാരിക്കാറുണ്ട് അമ്മ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ ചെയ്ത് കൊടുക്കണം എന്നൊക്കെ വിചാരിക്കാറുണ്ട്. അങ്ങനെ ജോക്കുട്ടനെ കൊണ്ടുപോയി ആനിമോളുടെ വണ്ടിയുടെ ബാക്കിലിരുത്തി. അങ്ങനെ അവൻ വലിയ കുഴപ്പമില്ലാണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ചെക്കന് പത്രാസായി നമ്മൾ വിളിക്കുമ്പോൾ. അങ്ങനെ അവർ കുറച്ച് നേരമൊക്കെ ഇറങ്ങി. അതോടുകൂടി അവൻ്റെ ആ ഒരു പേടി അങ്ങ് മാറിക്കിട്ടി. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് പോകണ നേരത്ത് നമ്മൾ KFC കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഞാൻ കല്യാണം കഴിഞ്ഞ് പോയതിന് ശേഷം ഇപ്പോൾ അവിടെ ജോമോൻ്റെ മമ്മിയാണെങ്കിൽ ആളെ കൊണ്ട് ഞാൻ സിനിമയ്ക്ക് പോകാറുണ്ട്. അതുപോലെ ഞങ്ങൾ പുറത്തേക്ക് പോകുമ്പോൾ ഷേക്ക് ആണെങ്കിലും ഐസ്ക്രീം ആണെങ്കിലും ഒക്കെ കഴിക്കാറുണ്ട്. പിന്നെ ഒരിടയ്ക്ക് ആളെന്തോ മസാല ദോശയാണോ നെയ് റോസ്റ്റാണോ എന്തൊരു സംഭവം ഞങ്ങൾ ഡോക്ടറെ കണ്ടുവരുമ്പോൾ അവിടെ ഒരു കുട്ടി ഇരുന്ന് കഴിക്കുന്നുണ്ടായി. ഞങ്ങൾക്കപ്പോൾ കഴിക്കാൻ ടൈം ഉണ്ടായിരുന്നില്ല, ലേറ്റ് ആയിരിക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ പറഞ്ഞു ഇത് ചാവണേന് മുന്നേ ഈ ഒരു സാധനം തിന്നണമെന്നുണ്ടെന്നൊരു ഇങ്ങനൊരു പറഞ്ഞു. അപ്പം മസാല ദോശയാണോ നെയ് റോസ്റ്റാണോ ഞാൻ ഓർക്കണില്ല. അപ്പോൾ ഞങ്ങളത് പിന്നെ പുറത്തേക്ക് പോയ സമയത്ത് ഞങ്ങളവിടെ അടുത്ത അഷ്ടമിച്ചിറ എന്ന ഒരു ഹോട്ടലിൽ പോയപ്പോൾ ഞങ്ങളിത് കഴിച്ചു, അത് വാങ്ങിച്ചു കൊടുത്തു. അതുപോലെ നമ്മുടെ ഷവർമ്മ കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ മാളയിൽ ഒരു പുതിയ ഷോപ്പ് വന്നപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ മറ്റേ റോൾ ഷവർമ്മ വീട്ടിൽ വാങ്ങിച്ചു കൊണ്ടുവന്ന് കഴിച്ചിരുന്നു. അപ്പോൾ ഞങ്ങൾ സിനിമയ്ക്ക് പോകാറുണ്ട്, അങ്ങനെയൊക്കെ അവിടെ മമ്മിയുടെ കൂടെ പോകാറുണ്ട്. പക്ഷേ അതുപോലെ ഇപ്പോൾ 14 പള്ളി സന്ദർശനമൊക്കെ പള്ളിയിൽ നിന്ന് വരുമല്ലോ, അപ്പോൾ അങ്ങനെയൊക്കെ മമ്മി പോകാറുണ്ട്. പക്ഷെ അമ്മ അങ്ങനെ അമ്മേനെ അപ്പച്ചനെ അപ്പോൾ എനിക്കിങ്ങനെ ഇതുപോലെ എന്തെങ്കിലും കൊണ്ടുപോയി വാങ്ങിച്ചു കൊടുക്കണം എന്നൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇവർ വിളിച്ചാൽ വരാറില്ല. ഇപ്പോൾ സിനിമയ്ക്ക് പോകാനാണെങ്കിൽ അപ്പച്ചനമ്മയും വിളിച്ചാൽ വരാറില്ല. അങ്ങനെ എൻ്റെ കസിൻ്റെ കൊച്ചിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ വന്നപ്പോൾ ഞാൻ ഇവരെ നിർബന്ധിച്ച് പിടിച്ചു കൊണ്ടുപോയി. എനിക്കുണ്ടായിരുന്നു ബർത്ത്ഡേ, അവർക്കും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നിർബന്ധിച്ച് പിടിച്ചു കൊണ്ടുപോയി. നമ്മുടെ കടിഞ്ഞാറക്കോട്ടയം ഒരു ബേക്കറി ഉണ്ട്, KR ബേക്കറി എന്ന് പറഞ്ഞിട്ട്, അവിടെ കയറി ഷേക്കൊക്കെ വാങ്ങിച്ചു കൊടുത്തു. പക്ഷേ പൈസ കൊടുത്തത് ലാസ്റ്റ് അപ്പച്ചനാണ്, ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് സമ്മതിച്ചില്ല. അപ്പോൾ അതെനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അപ്പോൾ അത് കാരണം KFCയുടെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ ഞാൻ KFC വാങ്ങിച്ചു കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ
അത് നീണ്ടു പോയി പോക്ക്. അങ്ങനെ ജോക്കുട്ടൻ ആ റൈഡിൽ നിന്ന് ഇറങ്ങി. ഇപ്പോൾ അത് അടുത്ത റൈഡിൽ കൊണ്ടിരുത്തി. അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ പേടിച്ചിട്ട് അവൻ ഇതുപോലെ ഫ്രണ്ടിലിരുന്നില്ല കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആ ബാക്കിലിരുത്തി. അങ്ങനെ അവൻ അതിൻ്റെ ബാക്കിലിരുന്ന് അവന് കളിച്ചപ്പോൾ പിന്നെ അത് ഇഷ്ടമായി തുടങ്ങി. ആളുടെ ആ ഒരു പേടി പോയി. പിന്നെ എല്ലാവരും ചുറ്റും നിൽക്കല്ലേ. അന്ന് ഞാനും അസ്ലീം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ചിലപ്പോൾ ഒരു പേടിയുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടല്ലോ കുട്ടീനെ സപ്പോർട്ട് ചെയ്യാൻ. അപ്പോൾ ആ ചേച്ചിയാണെങ്കിൽ നല്ല സപ്പോർട്ടീവായിരുന്നു കേട്ടോ. അപ്പോൾ ഇവനെ വലിയ കുഴപ്പമില്ല, ചിരിക്കണൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ആദ്യത്തെ റൈഡും കഴിഞ്ഞു. ഇപ്പോൾ ജോക്കുട്ടൻ രണ്ടാമത്തെ റൈഡിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ആദ്യക്കുട്ടനെ എടുത്തുമ്പോൾ ആദ്യക്കുട്ടൻ അങ്ങനെ വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. കുറച്ച് കഴിയുമ്പോൾ കരയും. ചേട്ടൻ്റെ ഒരു മിനി വേർഷനാണ് ആൾ, കരയുന്നുണ്ട്. അപ്പോൾ ആദ്യക്കുട്ടനെ നമ്മൾ ഇന്ന് പൊക്കി മാറ്റി വെച്ചു. അങ്ങനെ നമ്മൾ കുറച്ച് നേരം കൂടിയൊക്കെ പിന്നെ അവിടെ സ്പെൻഡ് ചെയ്തിരുന്നു കേട്ടോ. ജോക്കുട്ടൻ്റെ ആ പേടി അങ്ങോട്ട് പോയി. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ ബാക്കി. അപ്പോൾ അപ്പച്ചൻ ഉണ്ടായിരുന്നപ്പോൾ ഞങ്ങൾ ആകെ അങ്ങനെ പുറത്ത് പോയെന്ന് പറയാനുള്ളത്. അനിയൻ വന്ന സമയത്ത് ഞങ്ങൾ ഫോർട്ട് കൊച്ചി പോയിരുന്നു. നമ്മുടെ പ്രളയം കഴിഞ്ഞ ആ ഒക്ടോബറിലാണ് അവൻ വരണേ. അപ്പോൾ ഞങ്ങൾ ഫോർട്ട് കൊച്ചി പോയി അന്ന് പുറത്തുനിന്നൊക്കെ ഫുഡ് കഴിച്ചു. അതല്ലാതെ പിന്നെ അപ്പച്ചനെയും അമ്മേനെയും കൊണ്ട് പുറത്ത് പോകണം എന്നുള്ളൊരാഗ്രഹം പിന്നെ നടന്നിട്ടില്ല. പിന്നെ അപ്പച്ചനിപ്പോൾ ഇല്ല. അപ്പച്ചൻ അസുഖമായിട്ട് അപ്പച്ചൻ മരിച്ചു. അപ്പം അപ്പച്ചനെ കൊണ്ട് പിന്നെ പോക്കൊന്നും നടന്നിട്ടില്ല. അപ്പോൾ അമ്മയ്ക്കാണെങ്കിൽ ഇങ്ങനെ പോകണമെന്ന് ഇതുപോലെ 14 പള്ളി സന്ദർശനത്തിനൊക്കെ പോകണമെന്ന് അമ്മ 1-2 തവണ അങ്ങനെ ആഗ്രഹം പറഞ്ഞു. പക്ഷേ പിള്ളേർ ഞാനുള്ളത് കൊണ്ട് നടക്കാറില്ല. അപ്പോൾ ഇതുപോലെ ഞാൻ വിചാരിക്കാറുണ്ട്. മമ്മി അവിടെ നിന്ന് പോകാറുണ്ട്. ചിലപ്പോൾ ഞാൻ ഇവിടെ ആകും, അല്ലെങ്കിൽ അമ്മേനെ ഞങ്ങൾ അവിടെ വിളിച്ച് നിർത്തിയിട്ട് അങ്ങനെ പോകാറുണ്ട്. മമ്മി പോകാറുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അമ്മേനെയും അങ്ങനെ അമ്മ എങ്ങനെയെങ്കിലും അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ അമ്മയ്ക്കൊന്ന് പോകണമെങ്കിൽ അങ്ങനത്തെ ആഗ്രഹം ഉണ്ടെങ്കിൽ നടക്കണമെന്നൊക്കെ ഞാൻ വിചാരിക്കാറുണ്ട്. അങ്ങനെ കഴിഞ്ഞ ഒക്ടോബറിൽ അമ്മ പള്ളിയിൽ നിന്ന് ഒരു ഇത് പോയി മാതാവിൻ്റെ പള്ളികൾ സന്ദർശിക്കാനായിട്ട് ആൾ പോയി. അങ്ങനെ കുറേ നാളിൻ്റെ ഇടയിൽ അമ്മ പോയൊരു സംഭവം അതായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ പുറത്തേക്ക് അമ്മ അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ അമ്മേനെ കൊണ്ട് വരണമെന്ന് വിചാരിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ വൈമാളിൽ എത്തി നിൽക്കുന്നത്. അങ്ങനെ അവരെ ആ റൈഡിൽ നിന്ന് ഇറക്കി കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ വന്നപ്പോൾ നമ്മുടെ ഈ ക്ലൗണ്ട് ഗെയിം കണ്ടു. അപ്പോൾ എനിക്ക് വീണ്ടും ഇൻട്രസ്റ്റ് ആയി. ഞാൻ മുമ്പ് പോയപ്പോൾ കളിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ ബാക്കി ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മസ്ലിയോട് കളിക്കണമെന്ന് ചോദിച്ചപ്പോൾ അവൾ വേണ്ട ചേച്ചി കളിച്ചോന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിള്ളേരെക്കാളും കഷ്ടമാണല്ലോ എന്ന് ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷേ അവിടെ വലിയ ആൾക്കാരൊക്കെ കളിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ മാത്രമൊന്നുമല്ല, വേറെ വലിയ ആൾക്കാർ കളിക്കുന്നുണ്ട്. എല്ലാവർക്കും നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു കേട്ടോ അന്ന് വന്നത്. നമ്മളിങ്ങനെ പിള്ളേരെ കൊണ്ട് പോക്ക് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്, പ്രത്യേകിച്ച് ബസ്സിൽ. പക്ഷേ നമ്മളത് നീണ്ടു പോയതാണ്, ഞാൻ പറഞ്ഞില്ലേ. അപ്പം അമ്മ ഈ ആഗ്രഹം പറഞ്ഞപ്പോൾ തന്നെ ഞാൻ കൊണ്ടുപോകണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ അത് ഓരോ കാരണങ്ങളായിട്ട് നീണ്ടു പോയി. പിന്നെ പിടിച്ച് പിടിയാലെ ഞാൻ കൊണ്ടുപോയതാണ്. എന്തായാലും വരണം എന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ച് പിടിയാലെ ഞാൻ കൊണ്ടുപോയതാണ്. എനിക്കെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ അപ്പച്ചനും അമ്മേനെയും ഞാൻ മമ്മീനെയും കൊണ്ട് അങ്ങനെ സിനിമയ്ക്കാണെങ്കിലും പുറത്തങ്ങനെ എന്തെങ്കിലും പോയി കഴിക്കുമ്പോഴാണെങ്കിലും ഞാൻ ഇവരെയും കൊണ്ട് പോകണം എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടാവാറുണ്ട്. അത് ഒരു തവണ നടന്നെങ്കിലും ഞാൻ പറഞ്ഞു പൈസ കൊടുത്തത് അപ്പച്ചനാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് എപ്പോഴെങ്കിലും ഇവരെ കൊണ്ടുപോകണം എന്നുണ്ടായിരുന്നു. പിന്നെ എനിക്കൊരു മെയിൻ വിഷമം വരാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ തവണ ക്രിസ്മസ് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് മോന് പനിയായിരുന്നു. പിന്നെ എൻ്റെ വർക്കോടെ നടക്കുന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ ആ സമയത്ത് അമ്മയും അസ്ലിയും കൂടി ഫ്ലവർ ഷോ കാണാൻ പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അറിഞ്ഞെങ്കിൽ ഞാൻ വന്നേനില്ല. അപ്പോൾ അവരുടെ ആ ഒരു പോക്ക് ഞാൻ കാരണം മുടങ്ങി. അപ്പോൾ അതിന് ഒരു പകരം പോലെ ചെയ്യണമെന്ന് എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പിടിച്ച പിടിയാലെ കൊണ്ടുപോയത്. അങ്ങനെ ഞാൻ ആ ഗെയിം കളിച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു ട്രെയിനിൻ്റെ പോലത്തെ ഒരു ടോയ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് ഞാൻ വീണ്ടും ഇവരെ കൊണ്ടുവന്നു. അപ്പോൾ ജോക്കുട്ടൻ ഡ്രൈവിംഗ് സീറ്റിൽ കയറി ഇരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ആദ്യക്കുട്ടനും ബാക്കിൽ കുറച്ച് നേരം ആദ്യക്കുട്ടൻ ഇരുന്നു കരയാതെ. ആനിമോൾക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പിടിച്ചിട്ടില്ല. കാരണം ആനിമോൾ ബാക്കിലാണല്ലോ ഇരിക്കുന്നത്. ബാക്കിയെല്ലാം ആനിമോളാണല്ലോ ഫ്രണ്ടിൽ ഇരുന്ന് നയിക്കാറ്. അപ്പോൾ അവൾക്കത് അത്രയ്ക്ക് അങ്ങോട്ട് പിടിച്ചിട്ടില്ല. ആദ്യക്കുട്ടൻ വീണ്ടും ഇതിന്ന് കരഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങിപ്പോയി. അപ്പോൾ ജോക്കുട്ടൻ വണ്ടി ഇങ്ങനെ എൻജോയ് ചെയ്ത് ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അവൻ ഭയങ്കര ഹാപ്പി ആയിട്ട്. അവൻ്റെ ആ പേടിയൊക്കെ പോയി. ഞാനാണ് വണ്ടി ഓടിക്കണത് എന്നുള്ള ഭാവത്തിലാണ് ആളിരിക്കുന്നത്. ആൾ ഭയങ്കര ഹാപ്പിയായി. എന്നാലും എനിക്കും സന്തോഷമായി. ആളുടെ ആ സൗണ്ടിനോടുള്ള ആദ്യം പോയിട്ടൊക്കെ സൗണ്ട് കാണുമ്പോൾ ഭയങ്കരമായിട്ട് പേടിച്ചിരുന്നു. ആ ഒരു പേടിയും ഒക്കെ ഒന്ന് മാറി കിട്ടിയല്ലോ. പിന്നെ ആൾ വണ്ടി ഓടിക്കണോണ്ട്. അപ്പോൾ എനിക്ക് ഇവനെ കൊണ്ടുപോയിട്ട് ഇവൻ പൊതുവേ വണ്ടി ക്രൈസുള്ള ആളാണ്. അവൻ അതുമ്പോൾ കയറാണ്ടിരിക്കുമ്പോൾ എനിക്കൊരു ഇത്തിരി വിഷമമായിരുന്നു. അപ്പോൾ അതങ്ങ് മാറി കിട്ടിയണ്ട. ആനിമോൾ ബാക്കിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. വലിയ പിടുത്തൊന്നും ആയിട്ടില്ല ആൾക്ക്. ആളല്ലേ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവൻ അതുമ്പോൾ കിടന്ന് ഇങ്ങനെ ഓടിക്കുന്നുണ്ട്. നമ്മളെയൊക്കെ നോക്കുന്നുണ്ട്. എന്തൊക്കെയോ പറയുന്നുണ്ട്. ആൾക്ക് എന്തോ ഭയങ്കര സംഭവം എന്നുള്ളൊരു തോന്നലാണ്. അങ്ങനെ ഇവർ ഓടിക്കുമ്പോൾ വേറൊരു കുട്ടി അവിടെ വന്ന് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആളിങ്ങനെ നോക്കി നിൽക്കുക. അപ്പോൾ നമ്മൾ കയറിക്കോളാൻ പറഞ്ഞപ്പോൾ അതിൻ്റെ കൂടി ഉണ്ടായിരുന്ന അച്ഛനാണെന്ന് തോന്നുന്നു. അത് വന്നിട്ട് പറഞ്ഞു മോൻ കയറിക്കോ, അവർ പറഞ്ഞില്ലേ കയറിക്കോളാൻ എന്ന് പറഞ്ഞു. അങ്ങനെ ആ കൊച്ചിനെ കൂടി കയറ്റിരുത്തി. ആ കൊച്ച് കുറേ നേരമായിട്ട് നോക്കിയിരിക്കുകയായിരുന്നു. അപ്പോൾ അവരങ്ങനെ കയറില്ലല്ലോ, കാരണം നമ്മൾ കയറിയേക്കണതല്ലേ. അപ്പോൾ പിന്നെ പറഞ്ഞ ആളെയും കൂടി നമ്മൾ അവിടെ കയറ്റിരുത്തി. ഒരിത്തിരി കഴിയുമ്പോഴേക്കും നമ്മളെ ടൈം കഴിഞ്ഞു. ജോക്കുട്ടനെ എത്ര വിളിച്ചിട്ട് അവിടെ നിന്ന് പോരുന്നുണ്ടായില്ല. പിന്നെ ഒരു വിധത്തിലാണ് പിടിച്ചുകൊണ്ട് വന്നത്. അപ്പം നമ്മളിവിടെ പോയിൻറ്റ്സ് എത്ര കാർഡിൽ കയറിയിട്ടുണ്ടെന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. അപ്പോൾ വേറെ ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നോക്കിയപ്പോൾ നമുക്ക് 83 പോയിൻറ്റ്സാണ് കയറിയിട്ടുള്ളൂ. അപ്പോൾ അവർ പറഞ്ഞതൊരു വാട്ടർ കളറിനുള്ള പോയിൻറ്റ്സാണ് കയറിയിട്ടുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളത് വാങ്ങിച്ചില്ല. പിന്നെ എപ്പോഴെങ്കിലും പോകുമ്പോൾ വീണ്ടും കളിക്കുമ്പോൾ പോയിൻറ്റ്സ് അതിൽ കയറുമല്ലോ. അപ്പോൾ ഞങ്ങൾ വാങ്ങിയില്ല. അങ്ങനെ ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി. ഇനി അടുത്ത ലക്ഷ്യം നമ്മുടെ KFC ആണ്. അപ്പോൾ KFC ഉള്ളത് ഗ്രൗണ്ട് ഫ്ലോറിലാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ പറഞ്ഞ പോലെ ആനിമോൾ എടുക്കാൻ പറഞ്ഞിട്ട് വാശിയായിട്ട് ആനിമോളൊക്കത്തുണ്ട്.
എടുത്തിട്ടുണ്ട്. ആദ്യക്കുട്ടനെ പിന്നെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ജോക്കുട്ടനാണെങ്കിൽ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ താഴത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ലിഫ്റ്റിൻ്റെ അടുത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. അമ്മയ്ക്കാണെങ്കിൽ എസ്കലേറ്റർ പേടിയാണ്, കയറി നോക്കാമെന്ന് പറഞ്ഞിട്ട് അമ്മ സമ്മതിക്കുന്നായിരുന്നില്ല. അപ്പോൾ നമ്മൾ ലിഫ്റ്റിൻ്റെ അടുത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഗ്രൗണ്ട് ഫ്ലോറിലെത്തിയിട്ട് KFC കഴിച്ചിട്ട് വേണം നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ അതാ കാണുന്നു നമ്മുടെ KFC. നമ്മൾ അങ്ങോട്ടേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഇപ്പോൾ അടുത്ത് മമ്മിയാണെങ്കിൽ മമ്മിയുടെ റിലേറ്റീവ്സിൻ്റെ കൂടെ വേളാങ്കണ്ണിക്കും ബാംഗ്ലൂർക്കൊക്കെ പോയിരുന്നു. അപ്പം അമ്മ അങ്ങനെയൊന്നും പോകണില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അമ്മ എന്തെങ്കിലും അമ്മയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടെങ്കിൽ അത് നമുക്ക് നടത്തി കൊടുക്കുമ്പോൾ ഒരു സന്തോഷമാണ്. അതുപോലെ തന്നെയാണല്ലോ അമ്മയും. അപ്പോൾ അമ്മയ്ക്കാണെങ്കിൽ ഇപ്പോൾ കുറേ നാളായി അപ്പച്ചന് വയ്യാണ്ടായ ഒരു സമയത്ത് അത് കഴിഞ്ഞിട്ട് നമ്മുടെ പിള്ളേരായപ്പോൾ തുടങ്ങി അമ്മയ്ക്ക് എങ്ങോട്ടും പോക്ക് നടക്കണില്ല. കുഞ്ഞു കുഞ്ഞു സംഭവങ്ങൾ, ഒരു എക്സിബിഷനോ അല്ലെങ്കിൽ ഒരു ഫ്ലവർ ഷോ ഒക്കെ കാണണമെന്ന് വിചാരിച്ചപ്പോൾ ചിലപ്പോൾ അമ്മയ്ക്ക് നടക്കണില്ല. പോകുന്ന സമയത്ത് ഞങ്ങൾ ഒരു എക്സിബിഷന് പോയിട്ടാണ്. പക്ഷേ 3 എണ്ണത്തിന് എടുത്ത് നടന്നൊന്നും മട്ടിപ്പോയി. അപ്പോൾ ഇങ്ങനൊരു ആഗ്രഹം പറഞ്ഞപ്പോൾ പിന്നെ നടത്തി കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇത് നമ്മളെ കൊണ്ട് പറ്റണ ആഗ്രഹമാണ്. അപ്പോൾ നടത്തി കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് വെയിറ്റിങ്ങിലാണ്. നമ്മളവിടെ പോയിട്ട് ഓർഡർ കൊടുത്തിട്ട് നമ്മൾ തന്നെ പോയിട്ട് സാധനം എടുത്തിട്ട് വരണം. സെൽഫ് സർവീസാണ്. അപ്പോൾ ഇവന് പാപ്പ് കൊടുക്കാമെന്ന് പറഞ്ഞ കാരണം പാപ്പു എന്ന് പറഞ്ഞ് കറഞ്ഞുകൊണ്ടിരിക്കുക. അതിനിടയിൽ നമ്മൾ അങ്ങോട്ടേക്ക് വിളിച്ചു. അപ്പോൾ അതാ ഞാൻ പോയിട്ട് നമ്മുടെ എടുത്തുകൊണ്ട് വരികയാണ്. ഒരു നോർമൽ ഒരു കോംബോ ആണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സ്പൈസി ആയിട്ടുള്ള ചിക്കൻ അല്ല കേട്ടോ ഓർഡർ ചെയ്തത്, കാരണം ഇവർ കഴിച്ചില്ലെങ്കിലോ, പിള്ളേരുണ്ടല്ലോ. അപ്പോൾ കോളയാണ് പിന്നെ അതിലുണ്ടായിരുന്ന ഡ്രിങ്ക് എന്ന് പറയുന്നത്. കോള എനിക്ക് അത്ര വലിയ താല്പര്യമൊന്നുമില്ല, ആർക്കും അത്ര വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടായിരുന്നു, പിന്നെന്താ നമ്മുടെ ഒരു 6 പീസ് ചിക്കൻ ഉണ്ടായിരുന്നു, 3 കോള ഉണ്ടായിരുന്നു, 3 ബണ്ണുണ്ടായിരുന്നു. പിന്നെ നമുക്ക് കുറച്ച് ഡിപ്പുകളാണ് ഉണ്ടായിരുന്നത്. നമ്മുടെ എന്താ പറയുക, പല ടൈപ്പ് മയോണൈസും പിന്നെ നമ്മുടെ കെച്ചപ്പും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ എനിക്ക് തോന്നുന്നു മറ്റേ ഒരു ചോക്ലേറ്റിൻ്റെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ചോക്ലേറ്റിൻ്റെ ഒരു ക്രീം പോലത്തെ ഒരു സംഭവം, ഒരു കേക്കിൻ്റെ ഒക്കെ ഒരു എന്താ പറയുക, അങ്ങനത്തെ ഒരു മിക്സ് പോലത്തെ ഇത്തിരി ഇതായിട്ടുള്ളൊരു സംഭവം, ഒരു ക്രീമി ടെക്സ്ചറുള്ളൊരു സംഭവം. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് ഒരെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാനത് അവർക്ക് കോരി കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് ടേസ്റ്റ് ഉണ്ട് കേട്ടോ സംഭവം, അതെനിക്കും ഇഷ്ടപ്പെട്ടു. അങ്ങനെയായിരുന്നു നമുക്ക് വന്ന ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പോൾ പിള്ളേർ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും അതുപോലെ ചിക്കനും ഇതൊക്കെ എടുത്ത് കഴിച്ചു. പിന്നെ പല ടൈപ്പ് സോസുകളും മയണൈസിൻ്റെ 2-3 വെറൈറ്റീസും ഈ ഫ്രൈസും കോളയും ബണ്ണും ചിക്കൻ്റെ പീസസും ഒക്കെയാണ് ഉണ്ടായിരുന്നത്. കുഴപ്പമില്ല, മൊത്തത്തിൽ ടേസ്റ്റി ആയിരുന്നു. ചിക്കൻ സ്പൈസി അല്ലാത്ത കാരണം കൊണ്ട് എല്ലാവർക്കും ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല. അമ്മയും പറഞ്ഞു സ്പൈസി അല്ലല്ലോ എന്ന്. പിന്നെ നമ്മൾ അൽഫാം കഴിക്കാൻ പോയിട്ട് അനിയൻ വന്നപ്പോഴാണ് ഒരു തവണ അതുപോലെ നമ്മൾ കഫേ വണ്ണൈമിൽ പോയപ്പോൾ അവിടെ അൽഫാം കഴിച്ചത്. പെരി കഴിച്ച് ഞാൻ പറഞ്ഞല്ലോ ആകെ ഭയങ്കര എരിവായിരുന്നു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായതുകൊണ്ട് തന്നെ എനിക്ക് പിള്ളേരുള്ളപ്പോഴും അമ്മയ്ക്കും സ്പൈസി ആയിട്ടുള്ളത് വാങ്ങാനായിട്ട് പേടിയായിരുന്നു. അതുകൊണ്ട് നോർമൽ സംഭവമാണ് വാങ്ങിയത്, പക്ഷേ ടേസ്റ്റി ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ അവിടെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇവർക്ക് കോള അത്ര പിടിക്കാത്ത കാരണം നമ്മൾ വെള്ളം കൊടുക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ KFCന്ന് പുറത്തേക്ക് ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ നോക്കിയപ്പോൾ ലിറ്റിൽ ഫീറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം, ഒരു ഷോപ്പ് മുകളിൽ കണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും അങ്ങോട്ട് പോയി. അവിടെ നോക്കിയപ്പോൾ അവിടെ ഇങ്ങനെ ഇവർക്ക് പറ്റിയ പോലത്തെ ഡ്രസ്സുകളൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ഉദ്ദേശിച്ച പോലത്തെ ഡ്രസ്സുകളൊന്നും ഉണ്ടായിരുന്നില്ല. എത്ര കളക്ഷൻ ഡ്രസ്സിനുണ്ടായിരുന്നില്ല. പിന്നെ കുറേ ടോയ്സും അങ്ങനത്തെ സംഭവിക്കായിരുന്നു. ഇവർ ഇതാ ടോയ്സ് എടുത്ത് കളിക്കാൻ തുടങ്ങിയത്. വണ്ടി ഉരുട്ടിക്കൊണ്ടൊക്കെ പോരുന്നുണ്ടായിരുന്നു പുറത്തേക്ക് വരുമ്പോൾ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഈ ബേബി കെയറിലാണെങ്കിൽ ഈ ടോയ്സും അതുപോലെ ബോർഡ് ബുക്സൊക്കെ ഉള്ള കാരണം കൊണ്ട് നമ്മൾ ഡ്രസ്സും ബോർഡ് ബുക്സും അവിടെ നിന്ന് വാങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ ഷോപ്പ് അടച്ചു പോയല്ലോ. അങ്ങനെ നമ്മൾ മുകളിൽ ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട്, അവിടേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണ് ജോക്കറ്റിന് പറ്റിയ ബോർഡ് ബുക്സ് ഉണ്ടോ എന്നുള്ളത്. അങ്ങനെ നമുക്ക് തപ്പിയപ്പോൾ കിട്ടി. പക്ഷേ വെജിറ്റബിൾസിൻ്റെ ഒക്കെ നമുക്ക് ഇവിടെ ഉള്ളതാണ്. പിന്നെ നമുക്ക് കിട്ടിയതാണ് വെഹിക്കിൾസിൻ്റെ. അപ്പോൾ നമ്മൾ വെഹിക്കിൾസിൻ്റെ ബുക്ക് എടുത്തു. ബാക്കി ഇതൊക്കെ അങ്ങനെ നമ്മൾ ജോക്കുട്ടനെ ബുക്ക് വാങ്ങിച്ചു കൊടുത്തു. അപ്പോൾ അമ്മ അവിടെ ക്രോക്കറി ഐറ്റംസും പാത്രങ്ങളൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. ജോക്കുട്ടൻ ബുക്കും പിടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാൻ നോക്കുകയാണ്. അപ്പോൾ ആദ്യകൂട്ടം ചില്ലി ഗ്ലാസിൻ്റെ അവിടേക്കാണ് ഉടനെ. അപ്പോൾ അവനെ പിടിച്ചു, ഇല്ലെങ്കിൽ തട്ടി മറിച്ചിട്ട് അപ്പോൾ അതിന് പൈസ കൊടുക്കേണ്ടി വന്നേനെ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ പോകുന്ന ഇവിടെ കുറേ സംഭവങ്ങൾ എടുക്കണ്ട, നല്ല രസമല്ലേ കപ്പുകൾ കിടക്കണ കാണാനായിട്ട്. അതുപോലെ ബാഗുകളുണ്ട്, ഹൈപ്പർ മാർക്കറ്റ് ആണല്ലോ, എല്ലാ ഐറ്റംസും ഉണ്ട്. ബ്രാൻഡഡ് ബാഗ്സ് ആണ്, എടുക്കാൻ പറ്റില്ല, നല്ല റേറ്റാണ്. പിന്നെ ടോയ്സിൻ്റെ സെക്ഷനുണ്ട്. അപ്പോൾ ആനിമോൾ കളിപ്പാട്ടം വേണമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ നമ്മൾ വേറെ കളിപ്പാട്ടമൊന്നും വാങ്ങിച്ചില്ല, കാരണം ഒരുപാട് സാധനങ്ങളുണ്ടല്ലോ, ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ ഈ ചെറിയ ചെറിയ ഐറ്റംസ് ഇങ്ങനത്തെ സംഭവം കിച്ചൺ സെറ്റൊക്കെ നമ്മുടെ കയ്യിൽ ഉള്ളതാണ്. അപ്പോൾ ഞാൻ പിന്നെ വാങ്ങിച്ചില്ല. അപ്പോൾ ആ ബുക്ക് മാത്രം വാങ്ങിയിട്ട് നമ്മൾ നേരെ ബില്ലിങ്ങിലേക്ക് വന്നു. അങ്ങനെ ബില്ല് ചെയ്തിട്ട് നമ്മൾ അവിടെ നിന്ന് പുറത്ത് കിടന്നു. അപ്പോൾ നമ്മൾ വീണ്ടും ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇറങ്ങാൻ നിൽക്കണതിന് മുന്നേ ജസ്റ്റ് ഇവിടെ നോക്കി വേറെ ഏതെങ്കിലും ഷോപ്പുകളുണ്ടോ എന്ന് നോക്കിയപ്പോൾ അങ്ങനെ ഒരു ഷോപ്പ് കണ്ടു. ഇവിടെ ലുലു ഫാഷൻസ് എന്ന് പറഞ്ഞിട്ട്, ഫാഷൻ സ്റ്റോർ എന്ന് പറഞ്ഞിട്ട് ഒരു ഷോപ്പ് നമ്മൾ കണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് കയറി. അങ്ങോട്ട് കയറിയിട്ട് ജസ്റ്റ് അവിടെയും കൂടി ഡ്രസ്സൊന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആനിമോൾക്ക് ഡ്രസ്സ് നോക്കുമ്പോൾ അവളെ
തന്നെ വെച്ച് നോക്കുകയാണ്, നമ്മളെ നോക്കാനൊന്നും സമ്മതിക്കുന്നില്ല. നമ്മൾ രണ്ടുപേർക്കും ഓരോ ഡ്രസ്സ് തപ്പണതിൻ്റെ ഇടയിൽ രണ്ടെണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടം നമ്മൾ പിന്നാലോട്ടൊക്കെ ആയിരുന്നു. അങ്ങനെ രണ്ടുപേരും ഡ്രസ്സ് നമ്മൾ സെലക്ട് ചെയ്തായിരുന്നു, ബർത്ത്ഡേ ഡ്രസ്സ് സെലക്ട് ചെയ്തായിരുന്നു. അത് കഴിഞ്ഞ് നമ്മളത് ബില്ല് ചെയ്യാൻ നിൽക്കുകയാണ്. അനുമോളും ചോക്കണ്ടിയും ഡ്രസ്സാണത്. അപ്പം നമ്മളത് ബില്ല് ചെയ്യാനായിട്ട് നിൽക്കുമ്പോൾ അവിടുത്തെ ഓരോ ഈ കർച്ചീഫൊക്കെ വെച്ചിരിക്കുന്ന ബോക്സ് എടുത്തിട്ട് ഇവർ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. 3 ആൾ അതിൻ്റെ ഉള്ളിൽ കിടന്ന അപാര ഓട്ടായിരുന്നു കേട്ടോ. അപ്പം അമ്മയും അസ്ലിം പിള്ളേരും കൊണ്ട് അങ്ങോട്ട് നടന്നു. നമ്മുടെ ഡ്രസ്സ് ബില്ല് ചെയ്ത് കിട്ടിയിട്ട് വേണം എനിക്കും കൂടി പോകാനായിട്ട്. അത്യാവശ്യം സമയമായിട്ടോ, 8 മണിയൊക്കെ ആവാറായിട്ടുണ്ട്. ഞങ്ങൾ 4 മണി 4:30 ആകുമ്പോഴേക്കും വീട്ടിൽ നിന്ന് പോകുന്നതാണ്. അപ്പം നമ്മൾ വിചാരിച്ചതിനേക്കാളും ടൈമൊക്കെ പോയിരുന്നു. അപ്പോൾ നമ്മുടെ ഡ്രസ്സ് ഇതാ പാക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഞങ്ങളപ്പോൾ അവിടെ നിന്ന് പുറത്തിറങ്ങാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ വിചാരിച്ച പോലെ നമ്മുടെ ഡ്രസ് പർച്ചേസും അതുപോലെ നമ്മുടെ KFC കഴിക്കലും ഇവർ പിള്ളേരെ ഫഞ്ചൂറയിൽ കയറ്റി കളിപ്പിക്കലും അങ്ങനെ എല്ലാ കാര്യങ്ങളും നടന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഏകദേശം സമയം 8 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഔട്ടിങ് നമ്മൾ ശരിക്കും എൻജോയ് ചെയ്തു. പിള്ളേർ എടുത്ത് നടക്കുമ്പോൾ ചില നേരത്ത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, എന്നാലും മൊത്തത്തിലൊരു നല്ല ദിവസമായിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ.